ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ്, അതായത് ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അതിന് പോകണമെന്നുള്ള ദിവസം മാത്രം എങ്ങനെയെങ്കിലും ചാടി വീണ് നേരത്തെ എഴുന്നേൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിടന്ന് ഇറങ്ങി എണീറ്റിട്ട് 8, 8:30, 9 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കുറച്ച് നേരത്തെയാണ് എഴുന്നേറ്റത്. കാരണം ഇന്ന് ചർച്ചിൽ 7 മണിക്കാണ് ആരാധന. അപ്പോൾ ഈ ആരാധനയ്ക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എന്തായാലും പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയില്ലെങ്കിൽ ഇച്ചാനെങ്കിലും പോകും. കാരണം എനിക്ക് എന്തായാലും പിള്ളേർ എഴുന്നേറ്റാലേ പോകാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ഒരാളെങ്ങനെ കൊണ്ടുപോയി ഒരാളെ തനിച്ചാക്കി അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് മോൾക്ക് 2-3 ദിവസം കൊണ്ട് പൂരി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൾക്കെന്നല്ല, ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ഉരുളക്കിഴങ്ങ് കറി. ഞാൻ റേഷൻ കടയിൽ കിട്ടുന്ന ആട്ട മാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൂരി ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി അല്ലാണ്ട് കടയിൽ നിന്നൊന്നും മേടിക്കാറില്ല. കാരണം ഇത് തന്നെ 3 കവർ കിട്ടും. 1 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ ഇത് തന്നെ ഒരു മാസം ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഇരിക്കും. കാരണം ഇത് തീരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നും ഗോതമ്പ് പൊടിയല്ലല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പൊടി ഒരു മാസത്തിൽ കൂടുതൽ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ കിഴങ്ങൊക്കെ വേകാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് ബോളൊക്കെ ഉരുട്ടി വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം മോളെ പോയി വിളിക്കാനായിട്ട്. ആദ്യം മോളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവളെ പല്ലൊക്കെ തേപ്പിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലാസ്റ്റാണ് ഞങ്ങളെല്ലാം ഒരുങ്ങിയതിന് ശേഷമാണ് മോനെ എടുത്ത് ഒരുക്കുന്നത്. എന്നും ചർച്ചിൽ പോകുമ്പോഴങ്ങനെയാണ്. അതുവരെ അവൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ മോളെ പോയി വിളിച്ചപ്പോഴത്തേക്ക് അവൾ എഴുന്നേൽക്കുന്നേ ഇല്ല, നല്ല ഉറക്കം. പിന്നെ ഞാൻ ഇച്ചായനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം 7 മണിക്കായതുകൊണ്ട് പിള്ളേർ എഴുന്നേൽക്കാത്തതുകൊണ്ട് ഇനിയിപ്പം ധൃതി പിടിച്ച് ഒരുങ്ങിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്തായാലും പല്ലൊക്കെ തേച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കി. പിന്നെ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊന്ന് മസാലയൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം എണ്ണയിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ജീരകം പൊട്ടിച്ചതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. ഒരു 1.5-2 സ്പൂൺ വരും ചിക്കൻ മസാല ഇട്ടതിന് ശേഷം ഈ കിഴങ്ങ് വേവിച്ചത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഇനി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഗ്രീൻ പീസോ അല്ലെന്നുണ്ടെങ്കിൽ ബീൻസോ ക്യാരറ്റോ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇനി അരപ്പും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് വിശാലമായിട്ടിരുന്നിട്ട് എണ്ണയൊക്കെ തലയിലൊന്ന് തേച്ച് ഉടക്കൊക്കെ അറുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തലയിൽ എണ്ണ വയ്ക്കുന്ന സമയത്ത് കണ്ട് ഒരുപാട് മുടി തൊഴിയുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല ഹെയർ ഫോളാണ്. വീട്ടിൽ എവിടെ നോക്കിയാലും എൻ്റെ മുടി മാത്രമേ ഉള്ളൂ. പിന്നെ ബെഡ്ഷീറ്റിലും തലയണയുറയിലും തറയിലും കട്ടിലിനിടയിലും ഹാളിലും ഒക്കെ എൻ്റെ മുടിയാണ്. പരമ്പിലും കുഞ്ഞ് കിടക്കുന്ന പറമ്പിലും എവിടെ പോയി ഞാൻ ഇരുന്നാലും അവിടെയൊക്കെ മുടി തൊഴിയും. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കയൊക്കെ ഒന്ന് മടക്കി വെച്ചു. കുറേ തലയണകളുണ്ട്. കാരണം മോനിപ്പം ഇങ്ങനെ ഇഴഞ്ഞ് തുടങ്ങിയില്ല. അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും മറിഞ്ഞുമൊക്കെ കിടക്കുന്നതുകൊണ്ട് അവന് ചുറ്റും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വീട്ടിലുള്ള തലയണ മുഴുവനും ഞങ്ങളുടെ ബെഡ്റൂമിലാണ്. പിന്നെ കുഞ്ഞുറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം തലയണയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ കുറച്ച് നെല്ലിക്ക ഉണക്കി എടുക്കാനായിരുന്നു. അതുകൊണ്ട് കഴുകി നെല്ലിക്കയൊക്കെ അരിഞ്ഞ് മുകളിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ എപ്പോൾ വേണോ മഴ പെയ്യാം. കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെയാണ്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് മഴ? ചിലയിടങ്ങളിൽ ഇത്ര പോലും മഴ കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ടാവുമല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നല്ല ഇടിമിന്നലും മഴയൊക്കെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല കാറ്റുണ്ടായിരിക്കും. ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. ചില ദിവസങ്ങളിൽ മഴക്കോളം ഉണ്ടായിരിക്കും, പക്ഷേ മഴ പെയ്യത്തില്ല. പിന്നെ കഴുകിയിടാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രാവിലെ കഴുകിയിട്ടു. പിന്നെ ഇന്നലെ കഴുകിയ തുണികളുണ്ടായിരുന്നു. എല്ലാം കൂടെ കൊണ്ടുവന്ന് മുകളിൽ വിരിച്ച് എല്ലാം കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നെല്ലിക്ക ഉണക്കാൻ വെച്ചിട്ട് ഞാൻ താഴോട്ട് വന്നു. ഇനി വേണം ഉച്ചയ്ക്ക് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഇന്ന് പിന്നെ ചർച്ചിൽ പോകണമല്ലോ എന്ന് വെച്ചിട്ട് കാപ്പി മാത്രം ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. പിന്നെ അതും പറ്റിയില്ല. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ആയിട്ടിരുന്നിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് കാപ്പിയുടെ കൂടെ വേറൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മോൾ ഇതുപോലെ ഞാനും അരിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് മുറത്തിട്ടതിൽ നിന്ന് അവളും എടുത്തുകൊണ്ട് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ
ചെയ്യണമുണ്ട്, കറി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് എപ്പോഴും ബിരിയാണി വെക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു പാത്രം എന്താണെന്ന് എനിക്കറിയില്ല, അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കാൻ എനിക്കൊരു വല്ലാത്തൊരു കംഫർട്ടാണ്. ചിലർക്ക് ചില പാത്രങ്ങളിങ്ങനെ അതിനോടൊരു ഇത് കാണുമല്ലോ. പക്ഷേ ഞാനിതിൽ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു അതിൻ്റെ അറയില്ലേ, അത് മുഴുവൻ ഇങ്ങനെ ഹോളുള്ളതാണ്. അതായത് ഈ ആവിയിൽ പുഴുങ്ങുന്ന ഐറ്റംസ് മാത്രം വെക്കുന്ന ഒരു ഇഡ്ഡലി പാത്രമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയൊക്കെ വെക്കണം. മുൻപ് ഈ ഒരു ഇഡ്ഡലി പാത്രം മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം എനിക്കത് പറ്റില്ലായിരുന്നു. വെച്ചാൽ എൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് അവരിതിൽ അങ്ങനെ തുണിയൊക്കെ വെച്ചിട്ട് എനിക്ക് ആ ഒരു രീതിയൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഈ ഒരു അറയില്ലാത്ത ഇഡ്ഡലി പാത്രം നോക്കി ഞാൻ മേടിച്ചു. അതായത് ആ തട്ടിൽ ഇഡ്ഡലി മാവ് ഒഴിച്ച് വെക്കുന്ന ആ തട്ടിൽ ഇങ്ങനെ ഹോളുണ്ട്. അപ്പോൾ അത് ആവിയിൽ പുഴുങ്ങുന്ന ഐറ്റംസ്, അതായത് നമ്മൾ ഈ പഴമൊക്കെ പുഴുങ്ങിയെടുക്കാനാണെങ്കിൽ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം വെച്ചിട്ട് വേറൊരു ഇഡ്ഡലി പാത്രം മേടിച്ചു. അതിൽ ഞാൻ ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ ചില സമയങ്ങളിൽ ഗ്യാസ് തീരുന്ന സമയമൊക്കെ കൊണ്ട് പുറത്ത് കരിയടുപ്പിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ കരി എങ്ങനെ കളഞ്ഞ് കഴുകാനൊന്നും എന്നെക്കൊണ്ട് അത്രയും ഇതായിട്ട് കഴുകാനൊന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഈ ഒരു രീതിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പം ബിരിയാണിക്കുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അമൃതം പൊടി വെച്ചിട്ടാണ് മോനിപ്പോൾ കുറുക്കുണ്ടാക്കുന്നത്. കൂരക് തീർന്നിനി മഴയുണ്ട്, ഇപ്പോൾ കഴുകി ഉണക്കണം. അപ്പോൾ കഴുകി ഉണക്കാനുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കൂരകിനി വാങ്ങിയിട്ട് കഴുകി ഉണക്കണം. അതുവരെ അമൃതം പൊടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം മോന് 8 മാസമൊക്കെയാണ്. അപ്പം അമൃതം പൊടിയൊക്കെ കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ജോലികളും ചെയ്ത് കുറുക്കുണ്ടാക്കി വെച്ചു. ഈ ഒരു സമയം കൊണ്ട് മോൻ നല്ല ഉറക്കമായിരുന്നപ്പോഴാണ് ബാക്കി എല്ലാ ജോലിയും തീർത്തത്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി സലാഡ് ഉണ്ടാക്കി വെച്ചു. ബിരിയാണി റെഡിയായി. പിന്നെ പപ്പടവും കൂടെ വറുത്തെടുത്തു. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാം. അപ്പോഴത്തേക്ക് മോനും എഴുന്നേറ്റ് വന്നായിരുന്നു. എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പപ്പടം കവർ പൊട്ടിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കവറിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. കാരണം ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ പപ്പടം ഉപയോഗിക്കത്തില്ലല്ലോ. ഉപയോഗിക്കുന്ന സമയം വരെ വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം മഴയൊക്കെ കുറച്ച് കൂടുതൽ പെയ്യുന്നൊരു ഇതായതുകൊണ്ട് പെട്ടെന്ന് പൂത്തു പോവും സാധനങ്ങൾ. അപ്പം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ ദേ ഞങ്ങളുടെ ഉച്ച ഊണ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അതൊക്കെ മക്കൾക്കും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ അവന് കുഞ്ഞായിട്ട് പപ്പടമൊക്കെ ഇങ്ങനെ പിച്ചി വായിൽ വെച്ച് കൊടുക്കണമുണ്ട്. ആൾക്ക് അതൊക്കെ കണ്ടപ്പം എങ്ങനെയെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ ഒരു നുള്ള ചോറ് വായിച്ചു കൊടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, കാരണം എരിവ് തട്ടിയിട്ടും. അപ്പോൾ ഇച്ചായനൊക്കെ ചോറ് കൊടുത്തു, മോൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടി വിയും കണ്ട് ഞങ്ങളും ചോറെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രമെല്ലാം കഴുകി വെച്ചു. വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടു, അതായത് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഇനി ഹാളും റൂമും ഒക്കെ ഒന്ന് തൂക്കണം. ദേ കണ്ടില്ലേ, ഇത് മുഴുവനും എൻ്റെ മുടിയാണ്. ഡെയിലി തൂക്കുമ്പോഴും ഇതുപോലെ ഒരു ലോഡ് മുടി കിട്ടും. അപ്പോൾ ഒരു ദിവസം എത്രത്തോളം മുടി തലേന്ന് പൊഴിയുന്നു എന്നൊന്ന് ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ ചില സമയം നമുക്ക് എനിക്ക് വിഷമം തോന്നും. ഇങ്ങനെ ഒന്ന് കൈ തലയിൽ ഇങ്ങനെ തൊട്ടാൽ മതി മുടി ഇങ്ങനെ അടർന്ന് ഊരി വരും കുറേയായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മക്കളൊക്കെ കിടന്നുറങ്ങി, മോളും മോനും ഒക്കെ. അപ്പോഴത്തേക്കും ഞാനൊന്ന് തറയൊക്കെ ഹാളൊന്ന് തുടച്ചിടുന്നുണ്ട്. ഇപ്പം മിക്ക ദിവസങ്ങളിലും ഒന്നര ദിവസം ഇടവിട്ട് ഞാൻ ഇതുപോലെ തുടച്ചിടാറുണ്ട്. കാരണം എപ്പോഴും മോൻ ഇവിടെ തന്നെയാണ്, അവനിങ്ങനെ ഊന്നഴിഞ്ഞ് കളിക്കാറുണ്ട്. മാത്രമല്ല അതുകൊണ്ട് ഞാനിങ്ങനെ തുടച്ചൊക്കെ ഇടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം മോൻ കരഞ്ഞു തുടങ്ങി. പിന്നെ അവനെ വന്ന് കൈയൊക്കെ കഴുകിയതിന് ശേഷം അവനെ വന്ന് പിന്നെയും കൊണ്ട് നടന്ന് ഉറക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവൻ്റെ കരച്ചിലോട്ട് മോളും എഴുന്നേറ്റ്. പിന്നെ അവളിതേ ഇരിപ്പുണ്ട് ജനലിൻ്റെ സൈഡിലായിട്ട്. പിന്നെ അവനെ ഉറക്കിയതിന് ശേഷം അവളെ ഉറക്കാൻ കിടത്തി. അത് കഴിഞ്ഞിട്ട് മുകളിൽ ചെന്ന് നെല്ലിക്കയൊക്കെ ഉണക്കാൻ വെച്ചിരുന്നത് എടുത്തപ്പോഴത്തേക്കും നല്ല മഴക്കോളായി. പിന്നെ കട്ടൻ ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു, കാരണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കട്ടൻ ചായയൊക്കെ ഇട്ടു. അപ്പോൾ ബിരിയാണി വെക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം കുറച്ച് ബിരിയാണിയും കൂടെ തട്ടിവിടും. പിന്നെ രാവിലെ ഉണ്ടാക്കിയ പൂരിയും കിഴങ്ങറിയൊക്കെ ഉണ്ടായിരുന്നു, അതും കട്ടൻ ചായയും ഞാൻ കഴിച്ചു. പിന്നെ അപ്പനും മോക്കുമായിട്ട് മിക്സറും കട്ടൻ ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുഷ്പ 2 പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് മോളിങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.